ട്രംപിന്റെ നേതൃത്വത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിട്ടും അത് വിശ്വസിക്കാൻ ഒരാൾ മാത്രം തയ്യാറല്ല. അതാരാണെന്നല്ലേ? സാക്ഷാൽ കിം ജോങ് ഉന്നാണത്. അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ കിം പുടിനെ ചേർത്തു നിർത്തുകയാണ്. അമേരിക്കയുടെ ചതിക്കുഴികൾ നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ജാഗരൂകനാണ്. തന്റെ ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കിം തയ്യാറുമാണ്. എന്താണ് സംഭവമെന്നല്ലേ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം. പുതിൻ കിം സൗഹൃദത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതണേ. റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് ഉത്തര കൊറിയ കൂടുതൽ സൈനികരെ അയക്കുകയും സൈന്യത്തെ പുനർവിന്യസിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വരികയാണ്. അതായത് യുദ്ധം അവസാനിക്കുമെന്ന ഘട്ടത്തിലും യുദ്ധമുഖത്ത് നിന്നും പിൻവലിയാൻ ഉത്തര കൊറിയ തയ്യാറായിട്ടില്ല. ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം അതിർത്തി മേഖലകളിൽ ഉക്രൈൻ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിനെതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി കഴിഞ്ഞ വർഷം 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് വിന്യസിച്ചിരുന്നുവെന്ന് വ്യാഴാഴ്ച AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഉക്രൈനിൽ നിന്ന് ഉത്തര കൊറിയ ഈ സൈനികരെ പിൻവലിച്ചതായ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അവരെ വീണ്ടും ഉക്രൈനെതിരെ പോരാടാൻ യുദ്ധമുഖത്ത് എത്തിച്ചതായിട്ടാണ് സൂചന. എന്നാൽ കുർസ്കിൽ നിരവധി ഉത്തര കൊറിയൻ സൈനികരെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്തതായി അവകാശപ്പെട്ട് ഉക്രൈനും രംഗത്തെത്തി. ഉത്തര കൊറിയൻ സൈനികരുടെ ദൃശ്യങ്ങളും സെലൻസ്കി പുറത്തുവിട്ടിരുന്നു. റഷ്യയിൽ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യം പുതിനോ കിം ജോങ് ഉന്നോ പരസ്യമായി സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. സൈനിക വിന്യാസങ്ങൾക്കൊപ്പം തന്നെ റഷ്യൻ നിർമ്മാണ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ ഉത്തര കൊറിയൻ സൈനികരെയും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അയോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനം പറയുന്നുണ്ട്. സുരക്ഷാ ഗ്യാരണ്ടികൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഉത്തര കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉക്രൈനിൽ ഒരു നീണ്ട യുദ്ധം നടത്തുമ്പോൾ ഉത്തര കൊറിയയുടെ പിന്തുണയിൽ റഷ്യയ്ക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഉക്രൈനുമായി റഷ്യ തുടർന്ന യുദ്ധത്തിലേക്ക് നാറ്റോ സഖ്യകക്ഷികളും കൂടി കടന്നു വന്നതോടെയാണ് യുദ്ധത്തിന്റെ ചിത്രം ആകെ മാറിയത്. ഉക്രൈന് നാറ്റോ സഖ്യകക്ഷികൾ നൽകുന്ന പിന്തുണയാണ് റഷ്യ എന്നും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ആണവായുധം നൽകാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മാരകായുധത്തെ എടുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ റഷ്യ ഉക്രൈന്റെ ഊർജ്ജോൽപാദന മേഖലയെയും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയെയും ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുകയാണെന്ന് ഉക്രൈൻ ലോകത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകിയ സൈനിക സഹായങ്ങളും ആയുധങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു റഷ്യ ഒരു പരിധിവരെ യുദ്ധം നടത്തിയത്. US, UK എന്നീ രാജ്യങ്ങൾ നൽകിയ സായുധ വാഹനങ്ങളും ഹൗട്സർ മിലിറ്ററി എയർപോർട്ട് എന്നീ സൗകര്യങ്ങളും ഒക്കെ തന്നെ പദം വരുത്തുകയായിരുന്നു റഷ്യ. കലിയടങ്ങാതെ വന്നതോടെ ഉക്രൈൻ റഷ്യയിലേക്ക് അയച്ച മിസൈലുകളെയെല്ലാം ആക്രമിച്ചു. ഉക്രൈന്റെ ഡ്രോണുകളും റഷ്യ തകർത്ത് തരിപ്പണമാക്കി. മാത്രവുമല്ല, റഷ്യയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈന്റെ ആയുധങ്ങളുടെ വീര്യം കെടുത്തുന്ന ആക്രമണ പരമ്പരകളും റഷ്യ അഴിച്ചുവിട്ടിരുന്നു. ഇതെല്ലാം ഈ യുദ്ധത്തിന്റെ മാത്രം പ്രത്യേകതകളാണ്. അടുത്ത കാലത്തായി 100-ലധികം മിസൈലുകളാണ് റഷ്യ പുതുതായി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് യുദ്ധം ആരംഭിച്ചതോടെ ആയുധ നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ സംഭാവന നൽകാൻ റഷ്യ തയ്യാറായി എന്നാണ് നമ്മൾ ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, നിരീക്ഷണത്തിന് വേണ്ടി മാത്രം 466 ഡ്രോണുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ തകർത്ത ആയുധങ്ങളിൽ അമേരിക്കയുടെ പ്രമുഖരും ഉൾപ്പെടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയും കളിച്ച റഷ്യയുടെ ബ്രഹ്മാസ്ത്രമായ ഓർഷനിക് ഉപയോഗിക്കുമെന്നാണ് പുടിൻ നൽകിയ മുന്നറിയിപ്പ്. അത് ലോകത്തെ ആകെ വിറപ്പിച്ചതായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടർക്കഥയാകുമ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രമാകുന്നത് ഉത്തര കൊറിയ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിനു പിന്നാലെ കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ ആകെ തകിടം മറിഞ്ഞത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തര കൊറിയയാണെന്നും ഉക്രൈന്റെ ഇന്റലിജൻസ് മേധാവി കിർലോ സെപ്റ്റംബറിലാണ് പറഞ്ഞത്. അതായത് ഉത്തര കൊറിയയുടെ യുദ്ധത്തിന്റെ ഇടപെടലിനെ അവർ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് യൂറോപ്യൻ സുരക്ഷയ്ക്ക് മാത്രമല്ല US-നും ഭീഷണിയാണെന്ന് നാറ്റോ സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർക്ക് റുട്ടെ കഴിഞ്ഞ വർഷം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഉക്രൈനെതിരായ യുദ്ധത്തിന് ഉത്തര കൊറിയ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകിയിരുന്നുവെന്ന് നേരത്തെ ആരോപണവും ഉയർന്നിരുന്നു. ഈ സഹായത്തിന് പകരമായി റഷ്യ ഉത്തര കൊറിയയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എത്തിക്കുകയാണെന്നും ഇതിലൂടെ ഉത്തര കൊറിയ റഷ്യൻ കൂട്ടുകെട്ട് വളരുകയാണെന്നുമായിരുന്നു നാറ്റോയുടെ വാദം. ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി സ്ഥാനം ഏൽക്കുമെന്ന ഘട്ടം മുതൽ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലോകത്താകമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ കാണാൻ പോലും ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിപ്പെടാമെന്ന ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടും തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ വെച്ച് റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്ക
അമേരിക്കയുടെയും പ്രതിനിധികൾ ഈ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. റഷ്യയെ സഹായിക്കുന്നതുകൊണ്ട് ഉത്തര കൊറിയ നല്ല രീതിയിലുള്ള ഗുണഗണങ്ങൾ ലഭിക്കുന്നുണ്ട്. യുഎന്നിന്റെ എതിർപ്പ് മറികടന്നിട്ട് പോലും വൻതോതിൽ റഷ്യ ഉത്തര കൊറിയയ്ക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. സാറ്റലൈറ്റ് ഇമേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കാര്യം US കണ്ടെത്തുന്നത്. മാത്രവുമല്ല, കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മിസൈൽ ടെക്നോളജിയിൽ വമ്പൻ കുതിപ്പ് കൈവരിക്കാനും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകുന്നു എന്നാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ പുത്തിനെ തന്റെ കയ്യിൽ ചേർത്ത് നിർത്തുകയാണ് കിം. ലോകത്തിലെ ഭയക്കേണ്ട രാജ്യം ഏതാണെന്ന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉത്തര കൊറിയ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്ത് എപ്പോൾ ചെയ്യുമെന്ന് ലോകത്തിന് ഒരു പിടിയുമില്ലാത്ത രാജ്യമാണത്. ഏകാധിപത്യത്തിന്റെ ഒറ്റപ്പേര് ഇന്ന് ഉത്തര കൊറിയ എന്ന് തന്നെയാണ്. ട്രംപ് നയതന്ത്ര ബന്ധം ഉത്തര കൊറിയയുമായി സ്ഥാപിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2019 ഉത്തര കൊറിയയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ഇരുവരും പരസ്പരം ആശ്ലേഷിക്കുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതും ലോകം കണ്ടതാണ്. രണ്ടാം തവണ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശേഷം ബന്ധമില്ലാതിരുന്ന അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിൽ ബന്ധിപ്പിക്കാൻ തന്നെയാണ് ട്രംപ് ഇപ്പോൾ മുൻകൈയെടുക്കുന്നത്. ജൂലൈയിൽ നടന്ന റിപ്പബ്ലിക്കൻ കൺവെൻഷനിലും ഉത്തര കൊറിയയുമായി മികച്ച ബന്ധം സ്ഥാപിക്കണമെന്ന തന്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഉത്തര കൊറിയയുടെ ഒരു നയം എന്താണെന്ന് വെച്ചാൽ റഷ്യയ്ക്കൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ്. റഷ്യ അവർക്കൊരു രക്ഷകൻ കൂടിയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധം നേരിടുമ്പോഴും സഹായത്തിനെത്തിയ റഷ്യയെ കൈയൊഴിയാൻ കിം തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന വാർത്ത വരുമ്പോഴും പുത്തിനു വേണ്ട സൈനികരെ നൽകാൻ കിം തയ്യാറാകുന്നത്. യുദ്ധം അവസാനിക്കില്ലെന്നും യുദ്ധം കൂടുതൽ ശക്തി ആർജിക്കാനുള്ള സാധ്യതയും മുൻകൂട്ടി കണ്ടാണ് കിം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വാങ്ങാൻ അനുവാദമില്ലാത്ത ലോകത്തിലെ ഏക രാജ്യമാണ് ഉത്തര കൊറിയ എന്നറിയാമല്ലോ. ശുദ്ധീകരിച്ച പെട്രോളിയം വാങ്ങുന്നതിന്റെ അളവ് 5 ലക്ഷം ബാരലായി ഐക്യരാഷ്ട്രസഭ പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തര കൊറിയയുടെ സാമ്പത്തിക ഘടനയിൽ എണ്ണയ്ക്കുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്തെ ഭൂപ്രദേശപരമായും സാമ്പത്തികവുമായി ഏറെ പിന്നിലേക്ക് നിർത്തുന്ന ഘടകവുമാണ്. UN നിശ്ചയിച്ച പരിധിയിലധികമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരമെങ്കിൽ ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടും. റഷ്യയുടെ ഉത്തര കൊറിയയുമായുള്ള ഇപ്പോഴത്തെ സഹകരണം വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നുവെന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട്. ചാര ഉപഗ്രഹങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യ ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകുമോ എന്ന ആശങ്കയും അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഉണ്ട്. അതുതന്നെയാണ് അവരെ ഉറക്കം കെടുത്തുന്ന പ്രധാന ഘടകവും. എന്തായാലും യുദ്ധം അവസാനിക്കുന്നതോടെ ലോകത്ത് നിലനിന്നിരുന്ന വലിയൊരു ആശങ്ക കൂടിയാണ് നീങ്ങുന്നത്. പക്ഷേ നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധം കൊണ്ട് ഉത്തര കൊറിയ സ്വന്തമാക്കിയ നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ് എന്നതാണ്. പ്രഹരശേഷി കൂടിയ മിസൈലുകളും വലിയ ആയുധങ്ങളും നിർമ്മിച്ച് ലോകത്തെ ഭയപ്പെടുത്താൻ കിം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്ര നാളും അത്രത്തോളം സുതാര്യമല്ലാത്ത കവാടങ്ങളായിരുന്നു ഉത്തര കൊറിയയ്ക്ക് ഉണ്ടായിരുന്നത്. ഉത്തര കൊറിയയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ ഏതൊരു ഏകാധിപതിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കിമ്മും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതേ കിം തന്റെ രാജ്യത്തിന്റെ വാതിലുകൾ വിദേശീയർക്കായി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാൻ ഉത്തര കൊറിയ അന്താരാഷ്ട്ര ടൂറിസം പൂർണ്ണമായി പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ആ വാർത്ത. കഴിഞ്ഞ ആഴ്ച വിനോദസഞ്ചാരികളുടെ സംഘം ഉത്തര കൊറിയ സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തെത്തിയ റഷ്യൻ വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തിയാൽ 5 വർഷത്തിനുള്ളിൽ ഉത്തര കൊറിയ സന്ദർശിച്ച ആദ്യ ടൂറിസ്റ്റുകൾ ആണിവർ. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഉത്തര കൊറിയ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്കായി അതിർത്തികൾ വീണ്ടും തുറന്നുകൊടുക്കുന്നത്. അതായത് ഇത്ര നാളും അവിടെ സന്ദർശനം നടത്തിയത് റഷ്യക്കാർ മാത്രമാണ്. അതാകട്ടെ കിമ്മും പുത്തിനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥിതി ചെയ്യുന്ന വടക്കുകിഴക്കൻ അതിർത്തി നഗരമായ റാസണിലേക്ക് 13 അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് ഫെബ്രുവരി 20 മുതൽ 24 വരെ യാത്ര സംഘടിപ്പിച്ചതായി ബീജിംഗ് ആസ്ഥാനമായ ട്രാവൽ ഏജൻസി അറിയിക്കുന്നുണ്ട്. മുമ്പ് ആയിരക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികൾ പ്രധാനമായും ചൈനയിൽ നിന്നുള്ളവരുടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു ഉത്തര കൊറിയ. പ്രതിവർഷം 3 ലക്ഷം വരെ ചൈനീസ് വിനോദസഞ്ചാരികൾ ഉത്തര കൊറിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2024 അവസാനത്തോടെ ഏകദേശം 880 റഷ്യൻ വിനോദസഞ്ചാരികളും ഉത്തര കൊറിയ സന്ദർശിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും രാജ്യം രക്ഷപ്പെടണമെങ്കിൽ മിസൈലുകൾ മാത്രം പോരെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തന്നെ നമുക്കിതിലൂടെ കരുതാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.